പറഞ്ഞാൽ എന്താ വ്യക്തത നിങ്ങൾ രണ്ടുപേരും അടികൂടുമ്പോ പാറസാല കഴിയുമ്പോഴും മഞ്ചോസരം കഴിയുമ്പോഴും നിങ്ങൾ ഒരുമിച്ച് പോയി കൈയോർത്താൻ പോകുന്നവരാണ് ഈ അടികൂടുന്നത്. ശരി, ഒന്ന് രണ്ട് കാര്യങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ചോദിച്ച ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ അതിന് ഉത്തരം പറയാതെ പോകാൻ പറ്റില്ല. ഒന്ന്, രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ എന്ത് വികസനമാണ് നടപ്പിലാക്കിയത്? ആ വികസനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി വോട്ട് ചോദിക്കുന്നത്. പാവപ്പെട്ട ഞാൻ പറഞ്ഞോട്ടെ, പാവപ്പെട്ടവന് കയറി കിടക്കാനുള്ള ആവാസ് യോജന പദ്ധതി ഈ രാജ്യം നടപ്പിലാക്കിയ സർക്കാരിന്റെ പേര് നരേന്ദ്രമോദി സർക്കാർ എന്നാണ്. പാവപ്പെട്ടവനും ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തെ, രാജ്യത്തെ പാവപ്പെട്ടവന്റെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിച്ച സർക്കാരിന്റെ പേര് ജൽജീവൻ മിഷൻ. ആ പദ്ധതി നടപ്പിലാക്കിയ സർക്കാരിന്റെ പേര് നരേന്ദ്രമോദി സർക്കാർ എന്നാണ്. പാവപ്പെട്ടവന്റെ വീടുകളിൽ ഇൻഷുറൻസ് പരിരക്ഷ കൊടുത്ത ആയുഷ്മാൻ ഭാരത് കൊടുത്ത സർക്കാരിന്റെ പേര് നരേന്ദ്രമോദി സർക്കാർ എന്നാണ്. എണ്ണി പറഞ്ഞാൽ ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ ഇവിടുത്തെ രണ്ട് മുന്നണികളും ബഹുമാനപ്പെട്ട കോൺഗ്രസിന് ജനപ്രതിനിധി NRC-യുടെ കാര്യം പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റില് NRC-യുടെ ചർച്ച പോലും വരാത്തൊരു വിഷയത്തിൽ ഇവർ രണ്ടുപേരും ഉന്നം വെക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആരുടെ വോട്ട് ബാങ്കാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ പച്ചയായ വർഗീയത. NRC-യുടെ പേര് ജാതി സെൻസസ് പറയുന്ന ഇവിടുത്തെ രണ്ട് മുന്നണികൾ, ജാതി സെൻസസ് പറയുന്നവർ ജാതി ചോദിക്കരുത്, ജാതിയെക്കുറിച്ച് വിവേചനം ഉണ്ടാകരുത് എന്ന് പറയുന്ന ആൾക്കാർ ജാതി സെൻസസിന് വേണ്ടി പോരാടുന്നു. മണിപ്പൂർ വിഷയം BJP-യോ കോൺഗ്രസോ അല്ല, അത് അവിടുത്തെ വിഭാഗങ്ങൾ, ഒരു വിഭാഗങ്ങൾ തമ്മിലുള്ള സുഹൃത്തെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, രാജ്യത്തെ മണിപ്പൂർ വിഷയം വിഭാഗങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. അതിനെ ഒരിക്കലും വേറെ തരത്തിലാക്കി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള പൊറോട്ട് നാടകങ്ങൾ ഒരു കാര്യം കഴിയും. പിന്നെ CAA ബില്ല് ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ ചർച്ച ആവശ്യമില്ലാത്ത ചർച്ചയാണ്. ഇന്ത്യയിൽ പൗരത്വമുള്ള, ഇന്ത്യയിൽ ജനിച്ച രേഖകളുള്ള ഒരാളിനെ സംബന്ധിച്ച് ഈ നിയമം ഇന്ത്യൻ പൗരന് ഒരു പ്രശ്നവുമില്ല, മറിച്ച് ഇതിനെ കുറിച്ച് ഇല്ലാത്ത വ്യാജ പ്രചരണം നടത്തി വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മതന്യൂനപക്ഷങ്ങളെ ഈ കേരളത്തിലെ രണ്ട് മുന്നണികളും ഒറ്റ ചോദ്യം, രണ്ടുപേരും അടികൂടുന്നുണ്ടല്ലോ. ഈ രാജ്യത്തെ നരേന്ദ്രമോദിയുടെ സർക്കാർ 2024 അധികാരത്തിൽ വരുമെന്ന് ഇവർക്കൊക്കെ അറിയാം. ഒറ്റ ചോദ്യം, വരില്ല എങ്കിൽ ഈ രണ്ട് മുന്നണികളെയും കൈകോർത്ത് ഇവിടെ രണ്ടായിട്ട് മത്സരിക്കേണ്ട കാര്യമല്ല. ഇവർ ഇന്ത്യ മുന്നണിയുടെ ആൾക്കാരാണല്ലോ, ഒരാൾ മത്സരിക്കട്ടെ. രാജ്യത്തെ 543 പാർലമെന്റ് സീറ്റിൽ മത്സരിക്കുമ്പോ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും ഒക്കെ ഇന്ന് രാജ്യത്ത് ഭരണം പിടിക്കാൻ പോകുമ്പോ വസ്തുത മനസ്സിലാക്കി, ഇവിടുത്തെ പ്രബുദ്ധരായ യുവാക്കളാണ്, പത്രം വായിക്കുന്നവരാണ്, ദേശാഭിമാനിയും വീക്ഷണവുമല്ല, രാജ്യത്ത് വേറെയും പത്രങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി പഠിച്ച് രാഷ്ട്രീയ വിദ്യാർത്ഥികളായി മാറണമെന്ന് മാത്രമേ പറയാനുള്ളൂ.